തൃശൂർ അവണൂരിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. ചീരമംഗലം ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് പുലിയോട് സാമ്യമുള്ള ജീവിയെ കണ്ടത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. അത്താണി എലൈറ്റ് ബ്രെഡ് കമ്പനിയിലെ തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ജീവിയെ കണ്ടത്. അതേസമയം കാട്ടുപൂച്ചയാവാനാണ് സാധ്യത എന്നതാണ് വനംവകുപ്പ് പറഞ്ഞത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് NSS തിരുവനന്തപുരത്ത് പ്രകടനം നടത്തി. NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങി കിഴക്കേക്കോട്ട വരെയാണ് പ്രകടനം സംഘടിപ്പിച്ചത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS വൈസ് പ്രസിഡന്റുമായ M സംഗീത് കുമാറാണ് പ്രകടനത്തിന് നേതൃത്വം നൽകിയത്. ദില്ലി NSS യൂണിയന്റെ പരിപാടിക്കിടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും സുരേഷ് ഗോപിയും സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയതിന്റെയും മുഖ്യമന്ത്രി VD സതീശൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെയും പശ്ചാത്തലത്തിലാണ് പ്രകടനം നടന്നത്. ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ നേതാവിനോ എതിരായല്ല മുദ്രാവാക്യമെന്നും NSS വ്യക്തമാക്കി. തലസ്ഥാന നഗരിയിലെ കർമ്മധീരരായ NSS പ്രവർത്തകർ അണിചേരുന്ന തിരുവനന്തപുരം താലൂക്ക് NSS കരയോഗ യൂണിയൻ ശക്തി പ്രകടനമാണ് ഇതാ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. ശ്രീ മന്നത്ത് പത്മനാഭൻ ജന്മം നൽകിയ നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തെ തച്ചുടയ്ക്കുവാനുള്ള ചില സംഘടനാ വിരുദ്ധരുടെ അപവാദ പ്രചരണങ്ങൾക്കെതിരെ ഐക്യദാർഢ്യ പ്രഖ്യാപന റാലിയാണ് ഇതാ ഇതുവഴി കടന്നു വരുന്നത്. നെൽകൃഷി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് നൽകി കേന്ദ്രം. കൃഷിമന്ത്രി T സിദ്ദിഖ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ വിവിധ പദ്ധതികൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും കൃഷിമന്ത്രി T സിദ്ദിഖ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേന്ദ്രകൃത പദ്ധതികളിൽ നെല്ല്, അരി സംബന്ധമായ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്നും മന്ത്രി T സിദ്ദിഖിന് കേന്ദ്ര കൃഷിമന്ത്രി ഉറപ്പു നൽകി. ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉദ്യോഗസ്ഥ സംഘം വന്നതെന്നും അതിൽ സന്തോഷമുണ്ടെന്നും കേന്ദ്ര കൃഷിമന്ത്രി അറിയിച്ചു.